ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാളയും കൊണ്ടാണ്. പാള വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം അത് വേറെ ലെവല് തന്നെയാണ്. അപ്പോൾ ഈ പാള വെച്ചിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു പാള എടുക്കുന്നുണ്ട്, അതിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു നമ്മുടെ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന ഓരോ പെറ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പെറ്റലിന് ഞാൻ നേരത്തെ കാർഡ്ബോർഡിൽ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എളുപ്പത്തിനെ കരുതി. അപ്പോൾ അത് ആ പാളയുടെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയത് കൊണ്ട് 2 പെറ്റലായിട്ട് കിട്ടും. അപ്പോൾ കാര്യം സിമ്പിളായിട്ട് നടക്കും. അങ്ങനെ ഇതേ 2 പെറ്റൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ 8 പെറ്റൽസാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ ഒരു പെറ്റലിൻ്റെ കാർഡ്ബോർഡ് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ചെറിയ രീതിക്കാക്കിയിട്ട് അതിനെ അതുപോലെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. അത് 8 പെറ്റൽസാണ്, അതായത് വലുതിനേക്കാളും ഇത്തിരി കൂടെ ചെറുത്. എന്നിട്ട് വീണ്ടും പാളയുടെ സെൻറ്റർ പോർഷനിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് പിടികിട്ടിക്കാണും എന്നാണ് പറഞ്ഞു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതായത് 3 സ്റ്റേജായിട്ട് ഞാൻ വലുത്, ചെറുത്, അതിനേക്കാൾ ചെറുത് എന്ന രീതിക്കാണ് പെറ്റൽസ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ പാള കൊണ്ടുള്ള ഒരു കളിയാണ് കേട്ടോ. മൊത്തം പാള മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത് വീണ്ടും ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം അതിനെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പാള ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വീണ്ടും പാള മുറിക്കുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ പെറ്റലാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് ഇല ആവശ്യമാണ്. അതും പാളയിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇലയുടെ ഒരു മോഡലിൽ പെൻസിലിട്ട് ആദ്യം അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് സിമ്പിൾ. അല്ല നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പത്തിന് കരുതിയിട്ട് പെൻസിലിട്ടൊന്ന് വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ രണ്ട് സ്ഥലത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത്. ഒന്നെൻ്റെ വീട്ടിലും ഒന്നിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും. എനിക്ക് പാള കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അതായത് അവിടെ നിറച്ച് കവുങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് പച്ചപ്പാള ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഇതുപോലെ കട്ട് ചെയ്യുന്ന പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇവിടെ ഒന്നൊന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ടാണ് കളർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നേരത്തെ കളർ ചെയ്തൊന്ന് ഉണക്കി വെക്കുക, അതായിരിക്കും എളുപ്പം. അല്ലാതെ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം കളർ ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. മൊത്തത്തിൽ കളർ അങ്ങ് ഫില്ലാവില്ല. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുണ്ടാക്കി 8 പെറ്റൽസും കട്ട് ചെയ്ത് വെച്ച 8 പെറ്റൽസും ആ റൗണ്ടിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഗ്യാപ്പ് കിടക്കുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ബാക്കി പെറ്റൽസ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടത്. അങ്ങനെ ആ 2 ലെയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ പെറ്റൽസ് അതും കട്ട് ചെയ്തിട്ട് ഇതുപോലെ കളർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്യാപ്പ് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ സെൻറ്ററിൽ വയ്ക്കേണ്ട ആ ഒരു പാളയും ഞാൻ റെഡിയാക്കി റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ വച്ചു കൊടുത്ത പൂമ്പൊടിയുടെ ചുറ്റുമായിട്ട് ഇതുപോലെ പാളെ കുറച്ചുകൂടെ ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എന്നിട്ട് അതും കൂടെ ഒന്ന് മൊത്തത്തിൽ ചുറ്റിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഏതൊരു പൂവിനും പൂമ്പൊടി കാണില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു യെല്ലോ കളർ കൂടെ അതിന് മുകളിലായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത്
ആവശ്യമില്ലാത്ത ഒരു കപ്പാണ്, അതിന്റെ സൈഡ് പൊട്ടിപ്പോയൊരു കപ്പായിരുന്നു. ആ കപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇച്ചിരി വാൾക്കുട്ടി ഇട്ടതിന് ശേഷം വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഈ തണ്ടായിട്ട് യൂസ് ചെയ്തത് പേപ്പറിനെ റോൾ ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ അത് അതിനുള്ളിൽ ഒന്ന് വച്ച് കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ പെയിന്റ് അടിച്ചെടുത്തത്. ഗ്രീൻ കളർ പെയിന്റാണ് അടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നവർ കുറച്ച് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേ മുട്ട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ പെറ്റൽസ് വെട്ടിയിട്ട് അതിന് ഒരു മുട്ട എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കാണുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം അത്ര ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ്. ഒരിക്കലും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ഇത് കണ്ടിട്ട് പാളയാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം അത്രമാത്രം അടുത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ വാർണിഷ് കൂടെ അടിച്ച ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ ലുക്ക് കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.